ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് മഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പെപ്പറും ഉപ്പുമൊക്കെ ചിക്കനിൽ നല്ലൊരു മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൗഡറും ചിക്കനൊക്കെ ആയിട്ട് നല്ലൊരു കോട്ടിങ് ആക്കിയെടുക്കണ പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കനും മുട്ടയും മൈദയും കോൺഫ്ലവറും ഒക്കെ ആയിട്ട് നല്ലൊരു കോട്ടിങ് വന്നതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഈ ചിക്കൻ പീസ് മുഴുവൻ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ഇട്ടപ്പം തന്നെ ഇളക്കരുത്. ഒരു 30 സെക്കൻഡിന് ശേഷം മാത്രമാണ് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്ടാവുമെന്ന് വെച്ചാൽ ഈ കോട്ടിങ്ങിന്നൊക്കെ ചിക്കനൊക്കെ പെട്ടെന്ന് വിട്ടുപോകും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറത്ത് ലെയർ മാത്രം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ കുക്കാവില്ല. ഇതായിപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ചിക്കനും വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 6 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ സെയിം എണ്ണയിലോട്ട് തന്നെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയ കാപ്സിക്കം നീളത്തിലരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഡ്രാഗൺ ചിക്കന് കുറച്ച് എരിവ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇനി ഇതിൻ്റെ ഈ മുളക് പൊടിയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം 1.5 ടീസ്പൂൺ ചില്ലി സോസ്, ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഈ സോസുകളെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ നല്ലൊരു കളറൊക്കെ ഇനി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആ പാത്രത്തിൽ തന്നെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒന്ന് തിക്കായിട്ട് വന്ന് തുടങ്ങുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ആ വറുത്ത ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും സോസിൻ്റെ മിക്സൊക്കെ ആയിട്ട് നല്ലൊരു കോട്ടിങ് വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരുവിധം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അധികം എരിവില്ലാത്ത 4 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഡ്രൈ ചില്ലിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയതായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാനായിട്ട് പറ്റും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം.